നമ്മുടെ ഇന്നത്തെ റെസിപ്പി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഒരു തോരനാണ്. പക്ഷെ തോരന്റെ പേര് കാണുമ്പോൾ എന്റെ ചീത്ത പറയരുത്. എന്താണെന്ന് വെച്ചാല് പച്ചത്തക്കാളി തോരനാണ്. പച്ചത്തക്കാളി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പച്ചക്കറി കടയിൽ പോയിട്ട് തിരിഞ്ഞു വാങ്ങിക്കേണ്ടി വരും. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പച്ചത്തക്കാളി തോരൻ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തോരൻ്റെ റെസിപ്പി ചെയ്യുന്നത്. ഒരു മീഡിയം പഴുപ്പ് വരെയുള്ള തക്കാളി ആണെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തോരൻ കുഴഞ്ഞിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. ആ ടേസ്റ്റിൽ പച്ചത്തക്കാളി തോരനാണ് ഏറ്റവും ടേസ്റ്റ് പഴുത്ത തക്കാളിയേക്കാൾ, രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ വഴക്ക് പറയരുത്. പച്ചത്തക്കാളി തോരൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ കുറെ അന്വേഷിച്ചിട്ടാണ് എനിക്ക് പച്ചത്തക്കാളി കിട്ടിയത്. അതാണെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് നോക്കി വാങ്ങിച്ചാലേ കറക്റ്റ് ആയിട്ടാ പച്ച എന്നെ എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് പഴുത്തതായാലും കുഴപ്പമില്ല, കറി ഉണ്ടാക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. അതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചോളൂ, നന്നായിട്ട് ഇഷ്ടാവും. അപ്പോൾ പച്ചത്തക്കാളി തോരൻ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തോരൻ റെസിപ്പി എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ പച്ചത്തക്കാളിയിലാണ് തോരൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ പഴുത്ത തക്കാളിയിൽ തോരൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തോരൻ നന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ പച്ചത്തക്കാളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പച്ചത്തക്കാളി തന്നെ എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് മൂന്നും നല്ല പച്ചത്തക്കാളിയാണ്. ഇത് ചെറുതായിട്ടൊന്ന് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്, ഓവറായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതും കൂടി എടുക്കുന്നുണ്ട്. പക്ഷേ വേറെ തക്കാളി ഉള്ളത് ഇത്രയും പഴുത്തു, അപ്പോൾ ഇത് എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പഴുപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ തോരനാക്കി വരുമ്പോൾ കുഴയാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ പച്ചക്കറി കടയിൽ പോകുമ്പോൾ മാക്സിമം പച്ച തക്കാളി തന്നെ നോക്കിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. എത്ര എരിവ് വേണം നമ്മുടെ തോരന് എന്നുള്ളതനുസരിച്ച് പച്ചമുളക് ചേർക്കുക. പിന്നെ കറിവേപ്പില. ഇതിൽ ഞാനിപ്പോൾ സവോളയാണ് ചേർക്കുന്നത്. ഉള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 15 ഉള്ളി എടുക്കാം, നീളത്തിൽ മുറിച്ച് ചേർക്കാം. അതിന് പകരം ഒരു സവോള എടുത്താലും മതി. ഈ 4 തക്കാളി ആകുമ്പോൾ ഒരു സവോള ധാരാളമാണ്. പിന്നെ തേങ്ങ ചിരവിയത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളാണ് വേണ്ടത്. നമ്മൾ അരച്ചിട്ടല്ലേ അത് തോരനാക്കുന്നത്. എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അരപ്പൊന്നും അരയ്ക്കുന്നില്ല. അപ്പോൾ തക്കാളി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കരുത്. ചില തോരനുകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലാം ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് തോരനാക്കി എടുക്കാമെന്ന്. പക്ഷേ തക്കാളിക്ക് കുക്കിംഗ് ടൈം കുറവായതുകൊണ്ട് തക്കാളി നമ്മുടെ അരപ്പൊക്കെ കുക്കായി വരുമ്പോഴേ ചേർക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് തന്നെ മുറിച്ച് വയ്ക്കാം. തക്കാളി വേറെ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് കുറുകെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മുടെ സവോളയിലേക്ക് പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. മിക്സ് ചെയ്ത് വെച്ചില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് പിടിക്കും. പിന്നെ കറിവേപ്പില എടുക്കുമ്പോൾ കറിവേപ്പില ഒന്ന് പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് ചേർക്കുക. അപ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ സവോളയിലേക്ക് പിടിച്ചു വരും. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ജീരകപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. ജീരകപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ജീരകം ചതച്ച് ചേർത്താലും മതി. പിന്നെ നമ്മൾ അരപ്പായിട്ട് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ജീരകം അരച്ച് ചേർക്കാം. പിന്നെ നമ്മുടെ തക്കാളിക്കും സവോളയ്ക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എത്ര തേങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തേങ്ങ. അപ്പോൾ നമ്മൾ എടുക്കുന്ന തക്കാളി അനുസരിച്ച് തേങ്ങയുടെ അളവ് തീരുമാനിക്കുക. എന്താണെന്ന് വെച്ചാൽ തക്കാളി കുക്കായി വരുമ്പോൾ കുറച്ച് അളവ് കുറയുമല്ലോ. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. ചില ആളുകൾക്ക് ഇപ്പോൾ എല്ലാ റെസിപ്പിയിലും വെളുത്തുള്ളി ചേർക്കുന്ന ഇഷ്ടമുണ്ടാവും. ചില ആളുകൾക്ക് അത്ര ഇഷ്ടമായിരിക്കും വെളുത്തുള്ളി. പിന്നെ
ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചേർക്കാറുണ്ട് പൊതുവെ. അപ്പോൾ നമ്മളിവിടെ എല്ലാ കറികളിലും വെളുത്തുള്ളി ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളിയുടെ കാര്യം പറയാത്തത്. അപ്പോൾ ചേർക്കുന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ഈ സവോളയുടെ കൂടെ തന്നെ മുറിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഞാൻ വയ്ക്കാൻ പോവാണ്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തോരൻ റെഡിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വറ്റൽമുളക്, കടുകൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് തോരൻ റെഡിയാക്കുമ്പോൾ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ തോരൻ റെഡിയാക്കാനായിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം കടുക് ചേർക്കാം. കടുകൊന്ന് നന്നായി പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, സവോളയും തേങ്ങയും പച്ചമുളകും എല്ലാം ചേർത്തിട്ടുള്ളത്, ഇതൊന്ന് ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ തേങ്ങയുടെയും സവോളയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് കുറഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ തക്കാളി ചേർക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിപ്പോൾ പച്ച തക്കാളി കിട്ടിയില്ല, പഴുത്ത തക്കാളി കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തക്കാളിയുടെ സീഡ്സ് റിമൂവ് ചെയ്തിട്ട് തോരനുണ്ടാക്കാം. അപ്പോഴും കുറച്ച് കുഴഞ്ഞിരിക്കും കേട്ടോ. എപ്പോഴും നമ്മൾ കടയിൽ പോകുമ്പോൾ പച്ചത്തക്കാളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ മാക്സിമം വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഈ തേങ്ങയുടെയൊക്കെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരും. അതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. മറ്റുള്ള തോരൻ ചെയ്യുന്ന പോലെ നമ്മളിപ്പോൾ ആദ്യമേ തന്നെ തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിലാണ് കുഴഞ്ഞു പോവുക. അപ്പോൾ ഇത് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. 1 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് തന്നെ വയ്ക്കുക. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടോ. ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കാൻ പോവാണ്. ഒരുപാടങ്ങ് തേങ്ങ കുക്കായി പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് തക്കാളി ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഇനി തക്കാളിയും ചേർന്ന് കുക്കായി വരാനുള്ളതാണല്ലോ. അപ്പോൾ നല്ല ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ജീരകപ്പൊടി ചേർക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ നടുഭാഗത്ത് ഞാനൊരു ചെറിയ സ്പേസ് ഉണ്ടാക്കുകയാണ്. ഇതിലേക്കാണ് തക്കാളി വയ്ക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ തക്കാളി ഈ തേങ്ങ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്യും. അതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. നമ്മൾ അവിയലിൻ്റെ അരപ്പൊക്കെ കുക്ക് ചെയ്യാൻ വയ്ക്കില്ലേ, അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഈ നടുഭാഗത്തേക്ക് വയ്ക്കുക. ഇനി ഈ തേങ്ങ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. ഇനി ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വയ്ക്കുക. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിം ആയിരിക്കണം, ഇല്ലെങ്കിൽ തേങ്ങയൊക്കെ കരിയും. അതുപോലെ തന്നെ വെള്ളം ചേർക്കരുത് ഒട്ടും തന്നെ. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് വീണ്ടും ഒരു 3 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയി കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ നല്ല മഴ. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ കത്തിച്ചപ്പോൾ മഴ ഉണ്ടായില്ല. ഇപ്പോൾ ഇതാ വലിയ കാറ്റും മഴയും. അപ്പോൾ ഞാൻ ആ മഴയൊന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. പെട്ടെന്നാണ് ഉച്ചയ്ക്ക് കാറ്റും മഴയൊക്കെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ തക്കാളിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ തക്കാളിക്ക് ചെറിയൊരു നനവുണ്ട്. അപ്പോൾ കുഴഞ്ഞു പോവാതിരിക്കാനാണ് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. കുറച്ച് കുഴഞ്ഞിരിക്കുന്ന തോരൻ മതി എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തോളൂ കേട്ടോ. നല്ല കാറ്റാണ് ഇവിടെ. അകത്തേക്കൊക്കെ കാറ്റടി വന്നു തുടങ്ങി. അത്രയും നല്ല വലിയ കാറ്റും മഴയായി പെട്ടെന്നാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയിൽ മാത്രമല്ല ഉപ്പ് ചേർത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട്
കുറച്ച് വേണ്ടി വരും, അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ എരിവ് കുറവാണെങ്കിൽ ഈ സ്റ്റേജിലാണെങ്കിൽ 2 പച്ചമുളക് മുറിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ തക്കാളി തോരനൊക്കെ ആകുമ്പോൾ അധികം എരിവുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയം എരിവായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പുണ്ട് കേട്ടോ ആവശ്യത്തിന്, അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം അടച്ചു വയ്ക്കുക. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ അത് നമ്മൾ നമ്മുടെ തോരൻ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ തക്കാളി കുക്കായിട്ട് ഇത്രയും മതി. ഇത് കണ്ടോ, ഇപ്പോൾ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റായിട്ട് തക്കാളിയുടെ പീസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തക്കാളി തോരൻ മാത്രമായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റാണ്. പിന്നെ നമ്മളിപ്പോൾ ചെമ്മീൻ പീര വയ്ക്കാമെന്നറിയില്ലേ, ഇവിടെയൊക്കെ ചെയ്യാറുള്ളതാണ്. എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ചെമ്മീൻ പീര വയ്ക്കുമ്പോൾ ഇതുപോലെ തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊഴുവ പീര അല്ലെങ്കിൽ മീൻ പീര, ചെറിയ മീനുകൾ പീര വയ്ക്കുമ്പോൾ ഇതുപോലെ ഈ പച്ചത്തക്കാളി കിട്ടുകയാണെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ തോരൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ചട്ടിയിലൊന്നും പിടിക്കാതെ തന്നെ കറക്റ്റായിട്ട് തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി തോരൻ വെച്ച് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.